നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് മത്തി വെട്ടി കറി വെക്കാം. ഒരു ചിരവ തേങ്ങയും ഒരു ലേശം ഉലുവായും കൂടെ ചേർത്ത് വറുത്തെടുക്കാം. തേങ്ങ അതേ മൂത്തുന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ലേശം മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളകും എരിവുള്ള മുളകും മിക്സ് ചെയ്താണ് 2.5 സ്പൂൺ. അതൊന്ന് ചൂടാക്കിയെടുക്കണം. തീ കുറച്ച് വെച്ച് ചൂടാക്കിയെടുക്കണം. പൊടികളെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സിയുടെ ജാറിൽ നല്ല മയത്തിൽ അരച്ചെടുക്കണം. മത്തിയൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ആവശ്യമായ കുടംപുളി ഒരു 3 ചുള വെള്ളത്തിലിട്ട് വെക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ലേശം കറിവേപ്പില. മൺചട്ടിയിൽ എണ്ണ നല്ല ചൂടായുമ്പോൾ വെളുത്തുള്ളി, ചതച്ച ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നല്ലതുപോലെ വഴറ്റാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുമ്പ് വറുത്ത് വെച്ച് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊന്ന് നല്ലതുപോലെ വഴറ്റി മൂപ്പിക്കണം. അരപ്പ് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത് കുടംപുളി കഷ്ണം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ്, അതും കൂടി ഇതിനകത്തോട്ട്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് തിളക്കിട്ടുന്നുണ്ട്. അതുപോലെ തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം. അരപ്പ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മത്തി മുറിക്കാതാണ് ഇടുന്നത്, ചെറുമത്തി. രണ്ട് 3 പച്ചമുളക് നെടുകെ കീറിയതാണ്. കറിവേപ്പില പച്ചക്കിട്ട് കൊടുക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ പറ്റിച്ചിടുക. മീൻകറി പറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ചാറൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു. ഇനി ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വാങ്ങാം.